ഈ പഴയ ആ ഒരു ട്രഡീഷണൽ സംഭവം ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലേ പൂജ? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വിദ്വാ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോളല്ല, അത് കല്ലാ മോളെ, കല്ല്. സ്വാഗതം പറയേ. വെൽക്കം. മൃദ്വ വ്ലോഗ്സ്. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനും അനീതിയും പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ. ഇപ്പൊ ദേ വിഷു വരാനായിട്ട് പോവാണ്. അപ്പൊ വിഷു റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തിരുന്നത് വിഷു റിലേറ്റഡ് ആയിട്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞു കുട്ടിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു മടി, ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. കുട്ടീനെ ഇട്ടിട്ട് ആകെപ്പാടെ കിട്ടുന്ന കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് കുട്ടീനെ വീട്ടിലിട്ടിട്ട് പോയി ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവളുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനല്ലേ നോക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ ഫോട്ടോഷൂട്ട് നമ്മൾ വീട്ടിൽ വെച്ചാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ സൗകര്യമില്ല, ഇവിടെ ലൈറ്റ് ഒന്നും പ്രോപ്പർ അല്ല എങ്കിൽ മാത്രം നമ്മൾ പുറത്തു പോയി ഷൂട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിള്ളേർക്ക് ഫുഡൊക്കെ വയർ നിറച്ച് കൊടുത്തു. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരി പാലൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങും. അമ്മ പാല് വേണം, അമ്മ പാല് വേണം. എങ്ങനെയാ ചോദിക്കണേ തനു? ഇത് കുറച്ചു നേരം മുന്നേ എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അമ്മ പാല് വേണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാട്ടോ. ഇത് കേട്ടില്ല. എന്താണ്? എല്ലാവർക്കും അറിയാം ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനവും, അതായത് ന്യൂട്രീഷ്യൻസ്, പിന്നെ ഇമ്മ്യൂണിറ്റി പവർ എല്ലാം കിട്ടുന്ന ബ്രസ്റ്റ് മിൽക്കിലൂടെയാണ് കിട്ടുന്നത്. അതേപോലെ WHO യൂണിസെഫ് ഒക്കെ പറയുന്നത് അറ്റ്ലീസ്റ്റ് 6 months എങ്കിലും കുട്ടികളെ ഫീഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ് ടു നമുക്ക് എത്ര വരെ വേണമെങ്കിലും കൊണ്ടുപോകാം, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇപ്പൊ ഇവളുടെ കാര്യം ആയിക്കോട്ടെ, ഇവൾക്ക് എത്ര പാല് കുടിച്ചാലും മതിയാവില്ല കേട്ടോ. കണ്ടേ എത്ര പാല് കുടിച്ചാലും മതിയാവില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കുന്നത്. അപ്പം ഇതേപോലെ ഇവൾക്ക് പാല് കൊടുക്കണമെങ്കിൽ അതേപോലെയുള്ള രീതിയിലുള്ള ഫുഡ് നമ്മൾ കഴിക്കണം. ഇല്ലെങ്കിൽ വേറെ സപ്ലിമെന്റ് എടുക്കേണ്ടി വരും. ഞാൻ ആക്ച്വലി ഒരു സപ്ലിമെന്റ് എടുക്കുന്നുണ്ട്. ആ സപ്ലിമെന്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വരൂ വരൂ. ഇതാണ് എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഗാലാക്ട് ലാക്ടേഷൻ ഗ്രാനുവൽസ്. ഇതിൽ ശതാവരി ഉണ്ട്, 6 ഹെർബ്സ് അടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനെ നാച്ചുറലി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ശതാവരി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 6 months എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മാത്രമേ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാലിൽ 2 ടീസ്പൂൺ ഇട്ട് 2 നേരം കുടിക്കുക. ഇങ്ങനെയാണ് എൻ്റെ ഫിസിഷ്യൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കൺസ്യൂം ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. Celebrate mom and baby bond and the magic of breast milk by saying no to bottled milk with Galact Lactation Granules. Hi Maria. Hi. Yummy. Oh, ഇവിടെ നോക്കി. Wow, super. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഐ മേക്കപ്പ് വരെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഈ പഴയ ആ ഒരു ട്രഡീഷണൽ സംഭവം ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലേ പൂജ? നീ ഒന്ന് പറഞ്ഞൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. വളരെ സട്ടിലായിട്ടുള്ള ഒരു ഐ മേക്കപ്പ്. ഇപ്പൊ ഐബ്രോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വലുതായിട്ടൊന്നും ചെയ്യത്തില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത്
ജസ്റ്റ് കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് പണ്ടത്തെ ആൾക്കാർ ഒരുങ്ങത്തില്ലേ കണ്ണൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടറിയാം. യെസ്, ഇവിടെ ഒരാളത് മുടിയൊക്കെ കേൾ ചെയ്തുകൊണ്ടിരിക്കുക. കേൾ ചെയ്തിട്ട് നമ്മളത് കോംബ് ചെയ്ത് നമ്മുടെ പഴയ സ്റ്റൈലിൽ എത്തിക്കും, കൊണ്ടുപോകും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷു ഷൂട്ട്. ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും എന്തായാലും. അവിടെ അവിടെ ഇവിടെ എന്നെ മേക്കപ്പ് ചെയ്യുന്ന കണ്ടിട്ട് അവിടെ യാമി സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാനാണ്. യാമി അവിടെ ക്യാമറ കാണിച്ചേ. അവള് നോക്ക്, ഇനി അടുത്ത ഏതാണ് എടുക്കേണ്ടത്, ഏത് ബ്രഷ് വെച്ച് എങ്ങനെ എഴുതണം നോക്കാം. നോക്കട്ടെ, അമ്മ നോക്കട്ടെടാ. ഞാൻ റെഡി ആയി കഴിഞ്ഞു. ആ ഒരു പഴയ ട്രഡീഷണൽ ലുക്കിലേക്ക് അല്ലേ എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ധനു അവിടെ താഴെയുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് പോയി ഫീഡ് ചെയ്തിട്ട് വരട്ടെ ധനുവിനെ. അപ്പോഴേക്കും അനു ഇവിടെ മേക്കപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, യെസ്. അങ്ങനെ ദേ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. വീട്ടിൽ തന്നെ ഇവർ രണ്ടുപേരും കൂടി ഇന്ന് സെറ്റ് ചെയ്യുവാണ്. എന്താണിത് പറയേ, ഷേ എനിക്ക് അയ്യ. വിഷു വേണം എന്ന് പറഞ്ഞ് ഇപ്പം മഞ്ഞ കളർ പൂവും പിന്നെ കുറച്ച് കണിക്കൊന്നയും കൊണ്ട് വന്നിട്ടുണ്ട്. കൊള്ളാടി, ഇഷ്ടപ്പെട്ടു. സാധാരണ വിഷുവിന് എല്ലാരും പൂ കയ്യിലല്ലേ പിടിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പൂ തൂക്കി തൂക്കി എയറിലിടാം. ഓക്കെ, അപ്പൊ ഈ വൈറ്റ് നൂലാകുമ്പം അറിയില്ല. അപ്പൊ പൂ ഇങ്ങനെ എയറിൽ നിൽക്കും. ശരി, ഓക്കെ. ചെയ്ത് നോക്കുന്നതാണ് കൊളായ നിങ്ങളുടെ അതിന്റെ കൊളായ ചെയ്തെങ്കിൽ. ഓക്കെ ഓക്കെ, നൈസ്. കൊള്ളാടി. ഇവിടെ തന്നെയാ നമ്മൾ മറ്റേ ഫോട്ടോഷൂട്ടും ചെയ്തത്. എന്റെയും കുഞ്ഞിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഭയങ്കര വൈറലായി, ഒത്തിരി ലൈക്സ് ഒക്കെ പോയി. അത് കണ്ടിട്ടാണ് അതെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ അത് കണ്ടിട്ടാണ് ആരോഗ്യ മാസികയിൽ കവർ പിക്കിന് വേണ്ടിട്ട് വിളിക്കുന്നത് തന്നെ. കുഴപ്പമില്ലടി, നിന്റെ കഷ്ടപ്പാടിന്റെ റിസൾട്ട് അതിൽ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. ഔട്ട് വരുമ്പോ ഭയങ്കര രസമായിരിക്കും. എന്താ നല്ല ഭംഗിയായിട്ട് വന്നതാ. പെൺകുട്ടിയായിട്ട് ആദ്യമായിട്ട് ഇവളെ ഇങ്ങനെ കാണുന്നത്. അത് ഇടയ്ക്ക് നമ്മളൊന്ന് റിലാക്സ് ആകാനും വിശക്കുന്നവർക്ക് വയറ് നിറയാനും അമ്മ ദേ ചായയുമായിട്ട് വന്നു. അപ്പൊ അത്രയും നേരം ചായ കുടിക്കണവർ എ സി.
ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ഇനി കുട്ടികളുടെ ഫോട്ടോഷൂട്ടാണ്. ഇനി കുട്ടികളെ റെഡിയാക്കാനായിട്ട് പോകണം. രണ്ടും സ്നഗ്ഗിയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് രണ്ടുപേരെ റെഡിയാക്കുക. ഓടിച്ചല്ലോ തന്നെയോ ചെല്ലേ ഓടിച്ചല്ല ബാക്കില്ല ആർ യു റെഡി? അവിടെ നിർത്തണോ? ഓക്കെ, തനുവിന് അവിടെ നിൽക്കണം. അവള് തന്നെ ആവശ്യപ്പെടുക. ഓക്കെ, ഫോട്ടോ ക്യാമറ ഇവിടെയാണേ. ധനു ഇവിടെ ക്യാമറ നോക്കി പോസ് ചെയ്യണേ. ക്യാമറ നോക്കി പോസ് ചെയ്യണേ. ചെല്ലോ ഫോട്ടോഷൂട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ ഫോട്ടോസ് എടുത്തു, എൻ്റെ അനുവിന്റെ ഫോട്ടോസ് എടുത്തു, പിന്നെ ഞങ്ങളുടെ സിംഗിൾ ഫോട്ടോസ് എടുത്തു. അപ്പൊ എല്ലാ ഫോട്ടോസും ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും. ഓക്കെ, അപ്പോ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി തന്നെ എല്ലാ കുട്ടികളെയും ഫീഡ് ചെയ്യുക. ഫീഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ. ഒന്നുമില്ല ഞാൻ ഇതൊക്കെ ജസ്റ്റ് ലാസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ടേ. ആമേ നട്ടുവരെ ഓട്ടി വരണേ ഇവരെല്ലാരും കൂടി